വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 50 മുതൽ 53 വരെയുള്ള തിരുവചനങ്ങൾ. അവനവരെ ബഥാനിയ അവരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. അവർ അവനെ ആരാധിച്ചു. അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, പാടുപിടകൾ സഹിച്ച് മരിച്ച് പുനരുത്ഥാനം ചെയ്ത യേശു തമ്പുരാൻ പുനരുത്ഥാനത്തിന് ശേഷമുള്ള 40 ദിവസങ്ങൾ തൻ്റെ ശിഷ്യന്മാരെ, വിശ്വാസ സമൂഹത്തെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയായിരുന്നു. ഉത്ഥിതനായ യേശു തമ്പുരാൻ പാപിൻ്റെ പരിശുദ്ധയായി മാറിയ മറിയം മഗ്ദലേനായിക്ക് പ്രത്യക്ഷപ്പെടുന്നു. യഹൂദ പാരമ്പര്യമനുസരിച്ച് കല്ലറയിലേക്ക് ഓടിച്ചെന്ന അവൾക്ക് യേശുവിൻ്റെ ശരീരം കാണുവാൻ കഴിയുന്നില്ല. മറിയം എന്ന് ആധികാരികതയുള്ള സ്വരത്തിൽ അവളെ വിളിക്കുന്നു. റബോനി, ഗുരുവേ എന്നവൾ മറുപടി പറയുന്നു. യേശു അവളോട് പറയുകയാണ്, ഞാൻ ഖബറിൽ നിന്നും മഹത്വത്തോടെ ഉയർത്തെഴുന്നേറ്റു എന്ന് നീ ചെന്ന് എൻ്റെ ശിഷ്യന്മാരെ അറിയിക്കുക. മറിയം മഗ്ദലേന ഈ സുവിശേഷം ഏറ്റുവാങ്ങിക്കൊണ്ട് ഓടുകയാണ്. ശിഷ്യന്മാർക്ക് അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു. യഹൂദന്മാരെക്കുറിച്ചുള്ള ഭയം നിമിത്തം ദുഃഖവെള്ളിയാഴ്ചയുടെ തിക്തമായ അനുഭവങ്ങൾ കണ്ടുകൊണ്ട് ഭയന്നിരുന്ന ശിഷ്യന്മാരുടെ മധ്യത്തിലേക്ക് ഉത്ഥിതനായ യേശു തമ്പുരാൻ കടന്നു വന്ന് അവർക്ക് സമാധാനം ആശംസിക്കുന്നു. അവരിൽ കുടികൊണ്ടതായ ഭയം അകലുന്നു. അവർ ധീരതയുള്ളവരായി മാറുന്നു. കൂട്ടായ്മയിലില്ലാതിരുന്ന തോമസിൻ്റെ അനുഭവത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഭയന്ന് മാറി നിന്ന തോമസിനെയല്ല, യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് കേട്ടുകൊണ്ട് അന്വേഷിച്ചിറങ്ങിപ്പുറപ്പെട്ട തോമസിനെയാണ് മടങ്ങി വരുമ്പോൾ കാണുന്നത്. ഗുരുവിനെ കണ്ടു എന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ എനിക്കും അവനെ കാണണമെന്നുള്ള തീവ്രമായ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് അവനെ കണ്ടാലേ വിശ്വസിക്കുമെന്ന് ശാഠ്യം പിടിച്ച് തോമസിൻ്റെ നിർബന്ധം മാറ്റുവാൻ തോമസും അവരോടുകൂടി ഉണ്ടായിരുന്നപ്പോൾ പുനരുത്ഥാനത്തിൻ്റെ 8-ാം ദിവസം അവർക്ക് സമാധാനം ആശംസിച്ച് തോമസിനെ അടുത്ത് വിളിച്ച് തൻ്റെ കൈകളും കാലുകളും കാണുക, വിലാവ് കാണുക, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞ് വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നു. പഴയ പണിക്ക് പോയതായ ശിഷ്യന്മാർ രാത്രിയുടെ നീണ്ട യാമങ്ങൾ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ നിരാശയിലായിരിക്കുമ്പോൾ അവർക്ക് അപരിചിതനെ പോലെ അനുധാവനം ചെയ്ത് അവരോടൊപ്പമായിരുന്നു കൊണ്ട് പടകിൻ്റെ വലതുവശത്തായി വല വീശുവീൻ, രാത്രിയുടെ നീണ്ട യാമങ്ങൾ അധ്വാനിച്ചിട്ടൊന്നും കിട്ടാതെ വന്ന ശിഷ്യന്മാരോട് നേരം വെളുക്കാറായപ്പോൾ പടകിൻ്റെ വലതുവശത്തായി വല വീശുവാനെന്ന് പറയുമ്പോൾ എന്ത് കിട്ടാനാണെന്നൊക്കെ അവർ ചിന്തിക്കുമായിരുന്നു. എന്നാൽ ശക്തമായ വാക്ക് കേട്ട് പടകിൻ്റെ വലതുവശത്തായി വല വീശിയപ്പോൾ ധാരാളം മത്സ്യം ലഭിക്കുന്നു. അറിയപ്പെടുന്ന എല്ലാ മത്സ്യത്തെയും 153 തരം മത്സ്യങ്ങളെ ആ വലയിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്നൊരു മീൻപിടുത്തമായിരുന്നു അത്. വീണ്ടും അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നു. എമ്മാവോസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് അപരിചിതനെപ്പോലെ നടന്ന് നിങ്ങൾ എന്താണ് മ്ലാനവദനരായിരിക്കുന്നത്? അവർ ചോദിച്ചു, ഇവിടെ നടന്ന കാര്യമൊന്നും നിനക്കറിയില്ലേ? ഏത് കാര്യം? നസ്രായനായ യേശുവിനെക്കുറിച്ചാണ്. അവനെ അവർ കുരിശിൽ തറച്ചു.
അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ കുറേ ആളുകളൊക്കെ പറയുന്നു. അവരോട് ചോദിക്കുകയാണ്, മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് ഓർക്കുന്നില്ല? അവരുടെ വിശ്വാസരാഹിത്യത്തെ, ഹൃദയകാഠിന്യത്തെ കുറ്റപ്പെടുത്തുന്ന യേശു തമ്പുരാൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചു കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. അവർ പറയുകയാണ്, അവൻ വഴിയിൽ വെച്ച് വചനം വ്യാഖ്യാനിച്ചപ്പോൾ നമ്മളെ ഹൃദയം തുറന്നില്ലേ? അപ്പം മുറിച്ചു കൊടുത്തപ്പോൾ കണ്ണുകൾ തുറന്നു കൊടുക്കുന്നു. അങ്ങനെ തന്നെ ശിഷ്യന്മാരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചതിന് ശേഷമാണ് ഒലിവുമലയിൽ സ്ലീഹന്മാരെ സാക്ഷിയാക്കി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചുകൊണ്ട് കർത്താവ് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടിരിക്കുന്നത്. സ്വർഗാരോഹണം സ്ഥലകാല സീമകൾക്ക് അതീതമായ ഒരു യാഥാർത്ഥ്യ ബോധ്യമാണ്. ആശീർവദിക്കുക വഴി പൂർവ്വപിതാക്കന്മാരെ നിത്യപുരോഹിതനായ മിശിഹായാണ് താനെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് അഹറോൻ്റെ പൗരോഹിത്യത്തിൻ്റെ പിന്തുടർച്ചക്കാരൻ എന്നുള്ള നിലയിൽ അവരെ ആശീർവദിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്ന യേശുവിനെ നാം കാണുകയാണ്. ദൗത്യം പൂർത്തിയാക്കി പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒരു മടക്കയാത്ര നടത്തുന്ന ഈശോയുടെ സ്വർഗാരോഹണമാണ് നാം കാണുന്നത്. ദൈവമഹത്വത്തിലേക്കുള്ള ഈശോയുടെ പ്രവേശനമായിരുന്നു സ്വർഗാരോഹണം, മഹത്വത്തിലേക്കുള്ള പ്രവേശനം. മേഘം, അഗ്നി, മല ഇവയൊക്കെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പഴയ നിയമത്തിൽ അതേപോലെ പുതിയ നിയമത്തിലും ഈ ദൈവാവിഷ്കാരം നടക്കുന്നതെന്നുള്ളതും നാം മനസ്സിലാക്കണം. ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്കുള്ള താൽക്കാലിക സ്ഥലം മാറ്റമല്ല. സ്വർഗാരോഹണം പ്രത്യുത ഭൗമിക ജീവിതത്തിൽ നിന്ന് നിത്യജീവിതത്തിലേക്കുള്ള ഒരു കടന്നുപോക്കലാണ് ഈ സ്വർഗാരോഹണമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. ക്രിസ്തുവിൻ്റെ നേതൃത്വം വെളിവായ സ്വർഗാരോഹണം നമ്മുടെ ഉത്ഥാനത്തെയും മഹത്വീകരണത്തെയും പ്രത്യാശപൂർവം നമുക്ക് നൽകുന്ന രണ്ട് അനുഭവങ്ങളാണ്. അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തു, മരിച്ച് പുനരുത്ഥാനം ചെയ്ത അവിടുന്ന് മഹത്വീകരിക്കപ്പെട്ടവനായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. നമ്മുടെ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല. പുനരുത്ഥാനത്തിൽ പങ്കാളികളായിക്കൊണ്ട് സ്വർഗത്തിലേക്ക് മഹത്വത്തോട് പ്രവേശിക്കുവാനുള്ളവരാണ് നാം എന്നുള്ള സൂചന നമുക്ക് നൽകുകയാണ് അത്. ഈ പ്രത്യാശയ്ക്ക് നിദാനം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള അവബോധമാണ് എന്ന് പൗലോസ് അപ്പോസ്തലനും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവാണ് സകലത്തിൻ്റെയും നാഥനെന്ന് സ്വർഗാരോഹണം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉയർത്തെഴുന്നേറ്റ ഈശോ മഹത്വീകരിക്കപ്പെട്ടവൻ എന്ന നിലയിൽ നമുക്ക് എപ്പോഴും സമീപസ്ഥനാണ്. നമ്മിൽ നിന്നും അകന്നു പോകുന്ന ഒരു ദൈവത്തെയല്ല, തൻ്റെ സാന്നിധ്യം നമുക്ക് സംലഭ്യമാക്കി തരുന്ന ഒരു ദൈവത്തെ. പിതാവായ ദൈവം തൻ്റെ തിരുക്കുമാരനെ തൻ്റെ വലത്തുഭാഗത്ത് സൗഭാഗ്യത്തിലും പ്രാഭവത്തിലും എല്ലാ സൃഷ്ടികളേക്കാൾ ഉയർന്ന സ്ഥാനത്താണ് ഉപവിഷ്ടനാക്കിയിരിക്കുന്നത്. എത്ര ഉന്നതത്തിൽ നിന്ന് അവിടുന്ന് താഴേക്ക് വന്നുവോ, താഴെ പാതാളത്തിലുള്ള പരേതരോടും സുവിശേഷമറിയിച്ചുകൊണ്ട് എത്ര ശക്തിയോടുകൂടിയാണ് അവിടുന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. സ്വർഗാരോഹണത്തിൻ്റെ ആദ്യ ഫലം എന്ന് പറയുന്നത്, പ്രിയ സഹോദരങ്ങളെ, സ്വർഗം എല്ലാവർക്കുമായി തുറക്കപ്പെട്ടിരിക്കുന്നു. അത് നമുക്ക് സമീപസ്ഥമാണ് എന്നാണ് യേശുവിൻ്റെ സ്വർഗാരോഹണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സ്വർഗാരോഹണത്തിൻ്റെ രണ്ടാമത്തെ ഫലം എന്ന് പറയുന്നത്
യേശു നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു സ്ഥലം ഒരുക്കിയിരിക്കുന്നു എന്നതത്രേ. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്തേക്ക് നിങ്ങളും ആയിരിക്കേണ്ടതിന് അവസരം നൽകുന്ന ഒരു തമ്പുരാനെയാണ് നാം കാണുന്നത്. മഹത്വത്തിൽ നിന്ന് ഈശോ പ്രത്യക്ഷനായത് മഹത്വത്തിലേക്ക്, അതേ മഹത്വത്തിലേക്ക് തന്നെയാണ് ഈശോ അപ്രത്യക്ഷനായതും. മഹത്വത്തിലേക്ക് പ്രത്യക്ഷനായി അവിടുത്തെ ജനനസമയത്ത് സകല ജനത്തിനുമുള്ള സന്തോഷത്തിന് സദ്വാർത്തയുമായി കടന്നു വന്നവൻ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നവൻ, ഒലിവുമലയിൽ തൻ്റെ ശിഷ്യന്മാരുടെ മധ്യത്തിൽ സ്വർഗത്തിലേക്ക് മേഘത്തിലൂടെ സംവഹിക്കപ്പെടുമ്പോൾ അവിടുന്ന് മഹത്വത്തിലേക്കാണ് അപ്രത്യക്ഷനായത്. മഹത്വത്തോടുകൂടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത്. മഹത്വത്തോടുകൂടി ഈ ലോകത്തെ വിട്ട് അവിടുന്ന് കടന്നു പോകുന്നു. ജീവിക്കുന്ന മനുഷ്യനാണ് ദൈവത്തിൻ്റെ മഹത്വം. എല്ലാ മനുഷ്യരുടെയും രക്ഷ നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മെ പരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. എല്ലാ മേഖലകളിലും, നാം പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും, ആയിരിക്കുന്ന സ്ഥലത്ത് അവനോടുകൂടി ആയിരുന്നു കൊണ്ട് അവിടെയുള്ള നാനാജാതി മതസ്ഥർക്ക് ഈ പ്രത്യാശ നൽകുവാൻ, നിരാശയിലായിരുന്നവർക്ക് പ്രത്യാശ നൽകുവാൻ യേശുവിന് കഴിഞ്ഞതുപോലെ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. കാരണം അവിടുന്ന് ഇനിയും ശാരീരികമായി പ്രത്യക്ഷപ്പെടുന്നില്ല. അവിടുന്ന് സ്വർഗാരോഹണത്തിന് സാക്ഷികളായ സ്ത്രീഹന്മാർ എന്താണ് ചെയ്തത്? അവർ കർത്താവിനെ ആരാധിക്കുകയാണ്. ആരാധന ദൈവത്തിന് മാത്രമുള്ളതാണ്. അവരാനന്ദത്തോടു കൂടി ദൈവത്തെ ആരാധിക്കുകയാണ്. സൃഷ്ടാവിനെ ആരാധിക്കുക സൃഷ്ടികളുടെ കടമയാണ്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇസ്രായേലെ കേൾക്കുക, കാളയും കഴുതയും അതിൻ്റെ യജമാനനെയും പുൽത്തൊട്ടിയും അറിയുന്നു, എൻ്റെ ജനമായ ഇസ്രായേലോ എന്നെ അറിയുന്നില്ല എന്ന് അന്ന് യഹോവയായ ദൈവം അരുളിച്ചെയ്തുവെങ്കിൽ ഇന്ന് ദൈവത്തെ അറിയുവാൻ, സ്നേഹിക്കുവാൻ, സേവിക്കുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മക്കളായ നാം ആ ദൗത്യം നിറവേറ്റുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുകയില്ല. ദ ലിവിങ് മാൻ ഈസ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ജീവിക്കുന്ന മനുഷ്യനാണ് ദൈവത്തിൻ്റെ മഹത്വം. ബിക്കോസ് ഓഫ് മീ യു ഷാൽ ലീവ്. ഞാൻ വഴി നീ ജീവിക്കണം. ഇതാണ് യേശുവിൻ്റെ ദൗത്യമെങ്കിൽ അനേകർക്ക് ജീവനുണ്ടാകുവാൻ, അത് സമർത്ഥമായി ഉണ്ടാകുവാൻ സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ചവനെയാണ്, തന്നെ താഴ്ത്തിയവനെയാണ് ദൈവം ഉയർത്തിയത്, സ്വർഗത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു. പരമപിതാവിൻ്റെ വലതുവശത്തായി ഉപവിഷ്ടനായിരിക്കുന്നു. തൻ്റെ രക്ഷാകര പ്രവർത്തനം വഴി ഈശോ പൂർത്തിയാക്കിയ ദൈവപിതാവിനെ സ്തുതിച്ചുകൊണ്ട് ശിഷ്യന്മാർ ദേവാലയത്തിൽ തന്നെ അവർ കഴിഞ്ഞുകൂടുന്നതായി കാണുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കുവാൻ. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, അത്യുന്നതൻ്റെ ശക്തി പ്രാപിക്കുന്നതുവരെ ജെറുസലേമിൽ പ്രാർത്ഥനാ നിരതരായി ഇരിക്കുവിൻ. കർത്താവിനെ ആരാധിച്ചുകൊണ്ട് അത്യന്തം ആനന്ദത്തോടു കൂടി ജെറുസലേമിൽ താമസിച്ച ആദ്യകാല വിശ്വാസികളുടെ സമൂഹത്തെപ്പോലെ ഈ കാലഘട്ടത്തിൽ സ്വർഗാരോഹണം മുതൽ പെന്തിക്കോസ്തി വരെയുള്ള കാലഘട്ടങ്ങളിൽ ഒരുക്കത്തോടുകൂടി പരിശുദ്ധാത്മാവിൻ്റെ നൽവരം പ്രാപിക്കുന്നതിന് നമ്മെ അവിടുന്ന് ആഹ്വാനം ചെയ്യുകയാണ്. അവരാണ് ഈശോയുടെ പുതിയ സമൂഹം. ദേവാലയത്തിലായിരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആ മക്കളാണ്
ആദ്യത്തെ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത്. സന്തോഷിക്കുന്ന സമൂഹം, ആരാധിക്കുന്ന സമൂഹം, സ്തുതിക്കുന്ന സമൂഹം. ഈ മൂന്ന് കാര്യങ്ങളും, സന്തോഷം, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലുള്ള സന്തോഷം. നമ്മുടെ സന്തോഷമെന്ന് പറയുന്നത് ദൈവം നമ്മോടുകൂടിയുണ്ട്, നാം ദൈവത്തോടു കൂടിയാണെന്നുള്ള ബോധ്യമാണ്. അവിടുത്തെ ആരാധിക്കുക, സമസ്ത സൃഷ്ടവസ്തുക്കളും സൃഷ്ടിയുടെ പരമ്പൊരുളായ സൃഷ്ടാവിനെ ആരാധിക്കുക. ഇല്ലായ്മയിൽ നമ്മെ സൃഷ്ടിച്ച് നാം ആയിരിക്കുന്ന സ്ഥിതിയിൽ അത്ഭുതകരമായി പരിപാലിക്കുന്ന സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ, കരുണാമയനായ ദൈവത്തെ ആരാധിക്കുക നമ്മുടെ കടമയാണ്. അവിടുത്തെ സ്തുതിക്കുന്നവരായി നാം മാറണം. സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലുമെല്ലാം അവിടുത്തെ സ്തുതിക്കുന്നവരായി നാം മാറണം. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവിനിക്കെന്തിന് നാഥ, അവിടുത്തെ സ്തുതിക്കുവാനുള്ള ഒരവസരമായി നാം ഇതിനെ കാണണം. അനുഗ്രഹവും ആരാധനയും വലിയ ആനന്ദവും സ്തുതിയും ഉൾക്കൊണ്ട യോഹന്നാന്റെ സുവിശേഷം പര്യവസാനിക്കുന്നത് ഇവയുടെയെല്ലാം ഒരു ചുരുക്കമായിട്ടാണ്. സ്വർഗാരോഹണം സ്വർഗപ്രവേശനത്തിൻ്റെ മുൻ ആസ്വാദനമാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ തങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്ത ശാശ്വതവും ദൈവത്തിൽ നിന്ന് ഉള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ നമ്മൾ വസിക്കുന്ന ഈ ഭൗമിക ഭവനം നശിച്ചു പോകും. ഈ ദേവാലയം നശിക്കും, എന്നാലത് പുനരുദ്ധരിക്കപ്പെടും. കരങ്ങളാൽ നിർമ്മിതമല്ലാത്ത ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം നമുക്കവിടുന്ന് തയ്യാറാക്കി തന്നിരിക്കുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കുവാൻ ഞാൻ പോവുകയാണ് എന്ന്. സ്വർഗാരോഹണം എന്ന് പറയുന്നത് ദൈവത്തോടുകൂടി ആയിരിക്കുവാനുള്ള ഒരു വിളിയാണ്. പ്രിയ സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഹാനോക്കിനെ ദൈവം സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് നാം വായിക്കുന്നു. ഇവിടെ അവനവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി. തന്നെ സ്നേഹിക്കുന്നവരെ തന്നോടൊപ്പം ഇരുത്തുവാൻ ആഗ്രഹിക്കുന്ന കർത്താവിനെയാണ് നാം ഇവിടെ കാണുന്നത്. തന്നെ സ്നേഹിക്കുന്നവൻ താനായിരിക്കുന്നിടത്ത് അവനും ആയിരിക്കണം എന്നുള്ള തീവ്രമായ ആഗ്രഹത്താലാണ് അവിടുന്ന് പ്രവർത്തിച്ചത് എന്നുള്ളത് നമുക്കറിയാം. പ്രിയ സഹോദരങ്ങളെ, സ്വർഗാരോഹണത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള ഒരു ആരോഹണമാണ് യേശു നിർവഹിച്ചത്. സ്നേഹം തന്നെയായ ദൈവം വചനം മാംസമെടുത്ത് മനുഷ്യനായ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന് മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചുകൊണ്ട് ദൈവോന്മുഖതയിൽ ജീവിച്ച് ആ സ്നേഹ വലയത്തിൽ വിലയം പ്രാപിക്കുകയാണ് തൻ്റെ സ്വർഗാരോഹണം വഴി ചെയ്തത്. അഗസ്തീനോസ്, സഭാപിതാവായ അഗസ്തീനോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവമേ, അവിടുന്ന് എന്നെ അങ്ങേക്ക് വേണ്ടി സൃഷ്ടിച്ചു. അങ്ങിലെത്തിച്ചേർന്നാലല്ലാതെ എൻ്റെ ആത്മാവ് സ്വസ്ഥതയടയുകയില്ല. ആ സ്വസ്ഥതയുടെ ഭവനത്തിലേക്ക് അവിടുന്ന് വിലയം പ്രാപിച്ചിരിക്കുകയാണ്. ഭൗമിക ജീവിതത്തിൽ നിന്ന് നിത്യജീവിതത്തിലേക്കുള്ള ഒരു കടന്നുപോക്കലാണ് അത്. താൽക്കാലികമായ ഭവനത്തിൽ നിന്ന് ശാശ്വതമായ ഭവനത്തിലേക്ക് നാം വസിക്കുന്ന ഭവനങ്ങൾ താൽക്കാലികമായ ഭവനമാണ്. എന്നാൽ മനുഷ്യനിന്ന് ആ ഭവനം സംരക്ഷിക്കുവാൻ, ആ ഭവനത്തിൻ്റെ ആകർഷണത്വം, അതിൻ്റെതായ ഭംഗി ഒക്കെ വലുതാക്കുവാൻ എത്രത്തോളം പരിശ്രമിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങൾ വളരെ ദയനീയമായ അവസ്ഥയിൽ കഴിയുമ്പോൾ അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവരെയും ഉയർത്തിക്കൊണ്ടുവരുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന നാം ആ കടമകൾ നിറവേറ്റുന്നില്ല എങ്കിൽ നിശ്ചയമായും ഭൗതിക ജീവിതത്തിൽ നിന്ന്
നിത്യജീവനിലേക്ക് കടന്നു പോകുവാൻ നമുക്ക് സാധ്യമല്ല. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ എനിക്ക് വിശന്നു, നീ ഭക്ഷണം തന്നു, ഞാൻ രോഗിയായിരുന്നു, വന്നു കണ്ടു, കാരാഗ്രഹത്തിലായിരുന്നു, ആശ്വസിപ്പിച്ചു. എപ്പോഴാണ് അങ്ങയെ വിശക്കുന്നവനായി കണ്ടത്, രോഗിയായി കണ്ടത്, കാരാഗ്രഹത്തിൽ കണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് എന്താണ് മറുപടി പറഞ്ഞത്? ഈ ചെറിയവരിൽ ഒരുവന് നീ ചെയ്തപ്പോൾ എനിക്കാണ് ചെയ്തത്. അടുത്തു നിൽക്കുന്ന അനുജനെ കാണുവാൻ അക്ഷികളില്ലാത്തവൻ അരൂപിയിൽ വസിക്കുന്ന ദൈവത്തെ കാണാനാവില്ല. അടുത്ത് താമസിക്കുന്ന മക്കളുടെ ആവശ്യങ്ങൾ, വേദനകൾ, യാതനകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിക്കുവാൻ നാം പരിശ്രമം നടത്തുമ്പോൾ നിത്യജീവനിലേക്കുള്ള ഒരു കടന്നുപോക്കലിനുള്ള അനുഗ്രഹം നാം ആർജിച്ചെടുക്കുകയാണ് എന്നുകൂടി ഓർമ്മിക്കണം. സ്വർഗത്തെയും സ്വർഗീയ അനുഭവങ്ങളെയും ഭൂമിയിലേക്ക് കൊണ്ടുവന്ന കർത്താവ് ഈ ചെറിയവരിൽ ഒരുവന് നീ ചെയ്തപ്പോൾ എനിക്കാണ് ചെയ്തത് എന്ന് നമ്മെ നോക്കിക്കൊണ്ട് അരുളി ചെയ്യുമ്പോൾ നിശ്ചയമായും അതിൻ്റെ ഒരു പ്രത്യേകത ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ശിക്ഷഗണത്തെ ശക്തീകരിച്ച് ദൗത്യ നിർവഹണത്തിന് പ്രാപ്തരാക്കിയ ശേഷമാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്തത്. അവരെ ശക്തീകരിക്കാതെ, അവരെ ഭയത്തിൽ നിലനിർത്തിക്കൊണ്ട് ഒരു ദൗത്യവും നിറവേറ്റപ്പെടുവാൻ സാധ്യമല്ല. അതുകൊണ്ട് അവിടുന്ന് ചെയ്തത് തൻ്റെ ശിഷ്യന്മാരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ദൗത്യം നിറവേറ്റുവാൻ അവരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തു. ക്രിസ്തു സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ 2 മാനങ്ങളാണ് പ്രിയ സഹോദരങ്ങളെ ഉയർപ്പും സ്വർഗാരോഹണവും. സഹനം മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള മാർഗവും, ഉയർപ്പ് സ്വർഗാരോഹണവും മഹത്വത്തിലേക്കുള്ള പ്രവേശനവുമാണ് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ മഹത്വത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു മാർഗമെന്ന് പറയുന്നത് സഹനമാണ്. ഇന്ന് സഹനത്തെ സ്വീകരിക്കുവാനുള്ള മനോഭാവം നമുക്കില്ല. സഹനത്തിന് വരുന്ന അവസരങ്ങളെയൊക്കെ തട്ടിമാറ്റുവാൻ ബോധപൂർവം പരിശ്രമിക്കുകയാണ്. അതിനുവേണ്ടി എത്ര പണം ചെലവഴിക്കുവാനും എന്തെല്ലാം സംവിധാനങ്ങൾ ഏർപ്പെടുത്തുവാനുമൊക്കെ നാം പരിശ്രമിക്കുന്ന സാഹചര്യത്തിൽ തമ്പുരാൻ തൻ്റെ സഹനത്തിലൂടെയാണ് പാഠം പഠിച്ചുകൊണ്ട് നമ്മെ വീണ്ടെടുത്തത്. ഹി ലേൺഡ് ത്രൂ സഫറിങ്. അവൻ്റെ സഹനത്തിലൂടെ അവൻ പാഠം പഠിച്ചു എന്ന് പറയുന്നത് പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പാഠം പഠിക്കുവാനുള്ള അവസരമായിട്ട് സഹനത്തെ കാണണം. ഒരിക്കിടുന്നും എഴുന്നീരിലിട്ട് മുറ്റൊന്നു മുക്കും ഭുവനൈക ശില്പി മനുഷ്യകൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിന് ഉപയുക്തമാക്കുവാൻ. ഉരുക്കിയെടുക്കുകയാണ്, കണ്ണീരിലിട്ട് മുക്കിയെടുക്കുകയാണ് മനുഷ്യൻ്റെ ഹൃദയമാകുന്ന സ്വർണത്തെ ഏതോ പണിത്തരത്തിന് ഉപയുക്തമാക്കുവാൻ. അതിലൂടെ എന്തോ പദ്ധതി തമ്പുരാൻ നിറവേറ്റുവാനുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ സഹനത്തിലൂടെ നമുക്ക് നേടിത്തന്ന രക്ഷയിൽ പങ്കാളികളാകുവാൻ അവിടുന്ന് നമ്മെ ക്ഷണിക്കുകയാണ്. ആ സഹനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, വാട്ട് വാസ് ലാക്കിംഗ് ഇൻ ക്രൈസ്റ്റ് സഫറിങ് ഐ കോമ്പൻസേറ്റ്. തമ്പുരാൻ്റെ സഹനത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് എൻ്റെ സഹനത്തിലൂടെ പരിഹരിക്കുന്നു. ബഥാനിയയിൽ നിന്നാണ് കർത്താവ് കഴുതപ്പുറത്തിരുന്ന് ആരോഹണത്തിന് പുറപ്പെട്ടത്, ജെറുസലേമിലേക്ക് പുറപ്പെട്ടത് എന്നുള്ളത് നമുക്കറിയാം. ഓശാന പെരുന്നാളിൽ സ്വർഗാരോഹണത്തിനുള്ള യാത്രയുടെ അവസാന ഘട്ടം തുടങ്ങിയതും ബഥാനിയയിൽ നിന്നാണ്. നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്, സ്വർഗത്തിൽ നിന്നാണ്. നമ്മുടെ ജീവിതം എത്തിച്ചേരേണ്ടതും സ്വർഗത്തിൽ തന്നെയാണ്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അവിടെ നിന്ന് തന്നെ സ്വർഗീയ ജെറുസലേമിലേക്കുള്ള യാത്ര പൂർത്തിയാകണം. ഇവിടെ ദൈവമായ കർത്താവ് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ വിടുവിച്ച് കൂട്ടിക്കൊണ്ടുവന്നതിൻ്റെ സൂചന കൂടി നമുക്ക് കാണാൻ കഴിയും. അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക്, കാനാൻ നാട്ടിലേക്ക് കൊണ്ടുപോയി. അതുപോലെ ഈ ലോകത്തിൻ്റെ വ്യഗ്രതയിൽ നിന്ന്, വ്യർത്ഥതയിൽ നിന്ന്,
നമ്മയൊക്കെ വിമോചിപ്പിച്ച് നിത്യതയുടെ ഭവനത്തിലേക്ക് അവിടുന്ന് നമ്മെ നയിക്കുകയാണ്. കാരണം പുറപ്പാട് സംഭവത്തിൽ ഉപയോഗിച്ചിട്ടുള്ള പുറത്തേക്ക് നയിക്കുക എക്സാഗയോ എന്ന ഗ്രീക്ക് പദമാണ് ഇവിടെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് അർത്ഥം വരുന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. യേശു തൻ്റെ പുറപ്പാട് സംഭവം പൂർത്തിയാക്കി പിതാവിലേക്ക് മടങ്ങിപ്പോവുകയാണ്. തൻ്റെ പുറപ്പാട് പൂർത്തിയാകുന്ന സ്ഥാനത്തേക്ക് യേശു തൻ്റെ ശിഷ്യഗണത്തെ കൂട്ടിക്കൊണ്ടുപോയി. പുറപ്പാടിന് മുമ്പ് ദൈവം അബ്രഹാത്തിനെ അവൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സ്വർഗാരോഹണത്തിന് മുമ്പ് കർത്താവ് കൈനീട്ടി അനുഗ്രഹിച്ചു. ബലിയർപ്പണത്തിന് ശേഷം പുരോഹിതൻ കൈനീട്ടി അനുഗ്രഹിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അനുഗ്രഹം പ്രാപിച്ച ശിഷ്യർ നിർഭയം കർത്താവിന് മുമ്പിൽ ശുശ്രൂഷ ചെയ്തതിൻ്റെ വിവരണമാണ് നടപടി പുസ്തകത്തിൽ വിവരിക്കുന്നത്. മോശ കൈകൾ ഉയർത്തിപ്പിടിച്ചപ്പോൾ ഇസ്രായേൽ മക്കൾ വിജയിച്ചതുപോലെ ഉദ്ധിതനായ കർത്താവിൻ്റെ ഇടതടവില്ലാത്ത അനുഗ്രഹം ശിഷ്യർക്ക് നിത്യമായ വിജയം സാധ്യമാക്കുന്നു. യേശു ശിഷ്യഗണത്തിന് നൽകുന്നത് വിടവാങ്ങുമ്പോഴത്തെ അനുഗ്രഹമാണ്. അത് ഇസഹാക്കിനും യാക്കോബിനും മോശയ്ക്കുമൊക്കെ കൊടുത്ത ആ അനുഗ്രഹം മരണത്താൽ വേർപെടുന്നതിന് മുമ്പ് പിൻഗാമികൾക്ക് നൽകിയ അനുഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. കൈകൾ ഉയർത്തി അനുഗ്രഹിച്ചു. പുരോഹിത അനുഗ്രഹം നൽകുവാൻ അഹ്റോനും മോശയും പ്രധാന പുരോഹിതനായ ശമോനും കൈകൾ ഉയർത്തി ആരാധന സമൂഹത്തെ അനുഗ്രഹിച്ചു. സ്വർഗത്തിലേക്ക് സമൂഹിക്കപ്പെട്ട ഉദ്ധിതനായ കർത്താവിനെ ശിഷ്യഗണം ആരാധിച്ചു. ആ ആരാധനയുടെ പങ്കാളികളായി മാറുവാൻ അവിടുന്ന് നമ്മെ ക്ഷണിക്കുകയാണ്. ഇനിമേൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യർ ദൈവപിതാവിനെ ആരാധിക്കുന്നത് മഹത്വീകൃതനായ ക്രിസ്തുവിനെ ആരാധിച്ചുകൊണ്ടാണ്. മഹത്വത്തിൻ്റെ ദൈവത്വത്തിൻ്റെ വലതുഭാഗത്ത് യേശുക്രിസ്തു നിൽക്കുന്നത് അവർക്ക് കാണാൻ കഴിയും എന്ന് നടപടി പുസ്തകം 7-ാം അധ്യായം 55-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശിഷ്യന്മാരുടെ ആരാധന അവർക്ക് കർത്താവിലുള്ള വിശ്വാസത്തിൻ്റെ പരമമായ ആവിഷ്കരണവും സാക്ഷ്യവുമാണ്. ശിക്ഷകണം വലിയ സന്തോഷത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി. ജെറുസലേമിൽ നിന്നാണ് അവൻ്റെ നാമത്തിൽ പാപമോചനത്തിൻ്റെ അനുതാപത്തിൻ്റെ പ്രഘോഷണം ആരംഭിക്കേണ്ടത്. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുമെന്ന് ഈശോ നിർദ്ദേശിച്ചു. സുവിശേഷ സന്ദേശത്തിൻ്റെ കേന്ദ്ര സംഭവമായ യേശുവിൻ്റെ സഹനം, മരണം, ഉത്ഥാനം പൂർണ്ണമാക്കപ്പെട്ട ഇടമാണ് ജെറുസലേം. യേശു തങ്ങളിൽ നിന്ന് എടുക്കപ്പെട്ടപ്പോൾ ശിക്ഷകണം വലിയ സന്തോഷം അനുഭവിക്കുന്നു. യേശു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ പുതിയൊരു വിധത്തിൽ അവൻ അവർക്ക് കൂടുതൽ സമീപസ്ഥനായിരിക്കുന്നു. ദൈവത്തിന് മാത്രം സാധ്യമാകുന്ന വിധത്തിൽ കർത്താവ് തങ്ങളോട് ഏറ്റവും അടുത്തും തങ്ങളുടെ ഉള്ളിലും തങ്ങളുടെ ഇടയിലും നിത്യമായി ആയിരിക്കുന്നുവെന്ന് ശിക്ഷകണം അനുഭവിച്ചറിഞ്ഞതിനാൽ അവർ വലിയ സന്തോഷം അനുഭവിക്കുന്നു. ജെറുസലേമിൽ സദാസമയത്തും ദൈവത്തെ സ്തുതിച്ചും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനെ കാത്തിരുന്നും ദേവാലയത്തിൽ കഴിഞ്ഞു. ലൂക്കാ സുവിശേഷ വിവരണം ദേവാലയത്തിൽ പ്രാർത്ഥനയിൽ ആരംഭിച്ച് ദേവാലയത്തിലെ പ്രാർത്ഥനയിൽ അവസാനിക്കുന്നു. അങ്ങനെ ദൈവത്തിൽ ആരംഭിച്ച് ദൈവത്തിൽ എത്തിച്ചേരുന്ന ഒരു ജീവിതം നയിക്കുവാൻ അവിടെ നമ്മെ ഓരോരുത്തരെയും ഈ സ്വർഗാരോഹണ പെരുന്നാൾ ആഘോഷിക്കുന്ന കാലഘട്ടത്തിൽ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുക.